നെക്സ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ എന്നുള്ള ഡോറസ് ലെസിങ്ങിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഡോറസ് മേ ലെസിങ് അല്ലെങ്കിൽ ഡോറസ് മേ ടെയ്ലർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് റൈറ്ററാണ്. നോവൽസും ഷോർട്ട് സ്റ്റോറീസും എല്ലാം എഴുതിയിട്ടുണ്ട്. നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിന് കിട്ടിയിട്ടുണ്ട് 2007. ഓക്കെ, അപ്പം ഇവരുടെ കുറച്ച് വർക്ക്സിൻ്റെ കാര്യമൊക്കെ പേജ് നമ്പർ 149 കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ പോസ്റ്റ് വാർ റൈറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എഴുതി തുടങ്ങിയ ഒരു റൈറ്ററാണ്. സോ പോസ്റ്റ് വാർ റൈറ്റർ എന്നാണ് പറയുന്നത്. അവരുടെ നോവൽസും ഷോർട്ട് സ്റ്റോറീസും എല്ലാം 20th സെഞ്ചുറിയിലെ പ്രോബ്ലംസ്, പൊളിറ്റിക്സ്, ആഫ്രിക്കയിലുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ജെൻഡറിനെ കുറിച്ച് പറയുന്നത്, ഫെമിനിസ്റ്റ് തീംസ് ഒക്കെയാണ് ഇവരുടെ റോൾ ഇതിനകത്ത് വർക്ക്സിനകത്ത് വരുന്നത്. ഫാമിലിയുടെ റോള്, ഇൻഡിവിജ്വൽസിന്റെ റോൾ ഇൻ സൊസൈറ്റി, ഇതൊക്കെയാണ് വരുന്നത്. ഇവിടെ 2-3 നോവൽസിന്റെ കാര്യമൊക്കെ പേജ് നമ്പർ 149 കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ. അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അവരുടെ കളക്ഷൻ ആയിട്ടുള്ള ദിസ് വാസ് ദി ഓൾഡ് ചീഫ്സ് കൺട്രി എന്നുള്ള വർക്കിനകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ, റേഷ്യൽ ഡിസ്ക്രിമിനേഷനും കളർ ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇത് ഹാപ്പൻ ചെയ്യുന്നത് സൗത്ത് റൊഡേഷ്യ എന്നുള്ള സ്ഥലത്താണ്. അതായത് ബ്ലാക്ക് പീപ്പിളിനെതിരെ വൈറ്റ് പീപ്പിൾ വെച്ച് പുലർത്തുന്ന കുറേ ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസിനെ കുറിച്ച് അല്ലെങ്കിൽ കുറേ സ്റ്റീരിയോ ടൈപ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുവാണ്. വൈറ്റ് പീപ്പിളാണ് ആഫ്രിക്കൻ സോയിലിനെ അല്ലെങ്കിൽ ആഫ്രിക്കൻ പീപ്പിളിനെ സ്ലേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കോളനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ബ്ലാക്ക് പീപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, അവരുടെ സ്ലേവ്സ് ആവാൻ വില്ലിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. വൈറ്റ് പീപ്പിളാണ് ആഫ്രിക്കൻസിന്റെ മൈൻഡിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടുവന്നത്. ആൻഡ് അത് മാത്രമല്ല, ഈ ആഫ്രിക്കൻസ് എന്ത് ചെയ്യാണ്, ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ അവരുടെ മക്കളെ പോലും സ്ലേവ്സ് ആയിട്ട് വളർത്താൻ നോക്കുവാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിഫറൻസസ്, പിന്നെന്താണ് ഈ ഒരു അൺഎൻഡിങ് സൈക്കിൾ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ക്യാരക്ടർ ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഗിഡിയോൺ. പേജ് നമ്പർ 152 ഗൈഡിൽ കിടപ്പുണ്ട്. ഗിഡിയോൺ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് സെർവന്റിന്റെ സ്റ്റോറിയാണിത്. അയാള് ഫർക്വേഴ്സ് എന്ന് പറഞ്ഞ ഒരു വൈറ്റ് പീപ്പിളിന്റെ ഫാമിലിയിൽ സ്ലേവ് ആയിട്ട് അല്ലെങ്കിൽ സെർവന്റ് ആയിട്ട് ജോലി ചെയ്യുവാണ്. ഈ വൈറ്റ് പീപ്പിളിന് ടെഡി എന്ന് പറഞ്ഞ ഒരു മകനുണ്ട്. ടെഡിയും നമ്മുടെ ഗിഡിയൻ അതായത് ബ്ലാക്ക് സെർവന്റും തമ്മിൽ നല്ല അടുപ്പമായി. പിന്നീട് ഒരു ദിവസം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് അതാണ് പറയുന്നത് സ്റ്റോറിയിൽ. അവരുടെ റിലേഷൻഷിപ്പിന് എന്ത് സംഭവിക്കുന്നു അതാണ് പറയുന്നത്. സോ ഓക്കെ, നോക്കിക്കോ. മിസ് ഒരു സമ്മറി മിസ്സിന് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് പറയാതെ ഏറ്റവും ഇച്ചിരി നല്ല സമ്മറിയാണ് മിസ്സിന് കിട്ടിയത്. ഓക്കെ, സോ ഇത് ഒരു എന്താ പറയുക, ജൂൺ 1986 ഇത് പബ്ലിഷ് ചെയ്തത്. നമ്മുടെ സദേൺ റൊഡേഷ്യ എന്നുള്ള സ്ഥലം സിംബാബ്വെ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല ഉള്ളത്, മോഡേൺ മെഡിസിനും സയൻസും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഫ്രിക്കൻ നോളജും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും കൂടിയാണ് പറയുന്നത്. ബ്ലാക്ക് പ്ലസ് വൈറ്റും ഉണ്ട്, റേസിസം ഉണ്ട്, അതുപോലെ മോഡേൺ മെഡിസിനും സയൻസും ട്രഡീഷണൽ ആയിട്ടുള്ള ആഫ്രിക്കൻ നോളജ് ഓഫ് മെഡിസിനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഇതിനകത്തൊരു തേർഡ് പേഴ്സൺ നറേറ്ററാണുള്ളത്. പിന്നെ സ്റ്റോറി പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഫർക്വർ വൈറ്റ് കപ്പിളിന് അവർ ചൈൽഡ്ലെസ് ആയിരുന്നു കുറേ വർഷം. അവർക്ക് എങ്ങനെയോ ടെഡി എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ജനിക്കുന്നു ഭാഗ്യവശാല്. ഫർക്വേഴ്സ് എന്ന് വെച്ചാൽ വൈറ്റ് ഫാമിലിയാണ്. അവരുടെ മകന് ടെഡിക്ക് ബ്രൈറ്റ് ബ്ലൂ ഐസും ഗോൾഡൻ ഹെയറുമാണുള്ളത്. സോ അവരുടെ സെർവൻസ് എന്ന് പറയുന്ന ആഫ്രിക്കൻ സെർവൻസ് ആണ്. അവരുടെ ഫാമിലാണ് ഈ ആഫ്രിക്കൻ സെർവൻസ് താമസിക്കുന്നത്. സോ ഈ ആഫ്രിക്കൻ സെർവൻസ് ഇതുപോലെ കുഞ്ഞിന്റെ ഈ ബ്രൈറ്റ് ബ്ലൂ ഐസും ഗോൾഡൻ ഹെയർ ഒക്കെ കണ്ടപ്പോൾ വളരെയധികം അവർക്ക് ഭയങ്കരധികം ഇഷ്ടം തോന്നി കുഞ്ഞിന്റെ അടുത്ത്. അവരുടെ ഫാമിലി കുക്കാണ് ഗിഡിയൻ എന്ന് പറയുന്നത്. ഗിഡിയൻ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ സ്ലേവ് ആണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് ഈ കുഞ്ഞിനോട് വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നുന്നു. അയാൾ ഈ കുഞ്ഞിന് ലിറ്റിൽ യെല്ലോ ഹെഡ് എന്ന് നിക് നെയിമും കൊടുക്കുന്നു. ടെഡിയും ഗിഡിയനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. ഒരുപാട് നേരം കളിക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു ടൈം അങ്ങനെ. ഓക്കെ, അപ്പം ഈ ഒരു അഫെക്ഷൻ കാരണം ഫർക്കർ ഫാമിലിയിലെ മിസ്സസ് ഫർക്കറിന് ഗിഡിയന്റെ അടുത്ത് വളരെയധികം ഇഷ്ടം തോന്നുന്നു. കാരണം കുഞ്ഞിനെ നല്ലപോലെ നോക്കുന്നുണ്ട്. ആൻഡ് ഗിഡിയൻ എന്ന് പറഞ്ഞ ആള് വളരെയധികം റിലീജിയസ് ആണ്. ആൻഡ് പിന്നെന്താണ്, മിസ്സസ് ഫർക്കറിനെ ഒരുപാട് പണ്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞൊന്നും ഉണ്ടാവാതിരുന്ന സമയത്ത്. അപ്പം വളരെയധികം ഇഷ്ടമാണ് ഗിഡിയൻ എന്നുള്ള കുക്കിനെ. ആഫ്രിക്കൻ സ്ലേവ് ആയിരുന്നിട്ട് പോലും, ആഫ്രിക്കക്കാരനായിരുന്നിട്ട് പോലും ഈ ഫാമിലി നല്ലപോലെയാണ് നോക്കിക്കൊണ്ട് പോകുന്നത്. ടെഡി വളർന്ന് വലുതാവുന്നു. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഗിഡിയന്റെ മകനായിട്ടുള്ള ഒരു കുട്ടി, ആഫ്രിക്കൻ ബോയ് ഉണ്ടല്ലോ ഗിഡിയന്റെ മകൻ, ടെഡിയെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അവന്റെ ഈ ഒരു കേളി ഹെയറും വൈറ്റ് സ്കിന്നും ഗോൾഡൻ ഹെയർ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ 2 കുഞ്ഞുങ്ങളും എന്താണ് കളിക്കുന്നുണ്ട്, പ്ലേ ചെയ്യുന്നു. റേസിസം ഒന്നും ആ സമയത്ത് വന്നിട്ട് ആ ഒരു അവരുടെ മൈൻഡിൽ ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ ഗിഡിയൻ എന്താണ് ആലോചിക്കുവാണ്, കുറച്ചുകൂടെ വളർന്ന് വലുതാവുമ്പം ഫ്രണ്ട്ഷിപ്പ് മാറി ഇവർ തമ്മിലൊരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ആവും എന്ന് ഗിഡിയൻ ഇങ്ങനെ പറയുവാണ്. അതായത് ഹ്യൂമൻ ആക്ഷൻ തന്നെയാണ്, ഹ്യൂമൻ ബീങ്സ് തന്നെയാണ് റേസിസം എന്നുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നത്.
അപ്പോൾ ചെടി വളരെ ഇന്നസെന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ, വളർന്നു കഴിയുമ്പോൾ ചെടിയുടെ ഇന്നസെൻസ് വളരെയധികം മാറുന്നു. അതായത് ചെടിയും പതുക്കെ പതുക്കെ ബ്ലാക്ക് പീപ്പിളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആഫ്രിക്കൻസിനെ കാണുമ്പോൾ സ്ലേവ്സ് ആയിട്ടെന്നുള്ളൊരു എന്താ പറയുക, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വളരുന്നു. ഗിഡിയന്റെ യങ്ങസ്റ്റ് ചൈൽഡിനെ ടെഡി ഒരു ബ്ലാക്ക് ബോയ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. റേസിസ്റ്റ് ആയിട്ട് കുറെ അബ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗിഡിയന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഗിഡിയൻ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഗിഡിയൻ ചോദിക്കാൻ ചെന്നപ്പോൾ ഗിഡിയനെയും ഇവൻ എന്ത് ചെയ്തു? ഒരു സെർവന്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? ഗിഡിയന് മനസ്സിലായി മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് ഇനി നടക്കത്തുള്ളൂ ചെടിയുടെ അടുത്ത്. പഴയ സ്നേഹമൊന്നും ചെടിക്കില്ല. റേസിസം അവന്റെ മൈൻഡിനെയും പോയിസൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഗിഡിയനും നമ്മുടെ ടെഡിയും തമ്മിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ഒരു മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് മാത്രമായി മാറി. ഒരു ദിവസം എന്താണ്, ടെഡി കിടന്ന് കരയുന്ന ഒരു കരച്ചിൽ കേട്ടു. ടെഡിയുടെ കരച്ചിൽ ഗിഡിയൻ കേട്ടു. അവിടെ നോക്കിയപ്പോൾ എന്താണ്, ഒരു പാമ്പ് ടെഡിയുടെ കണ്ണിൽ സ്പിറ്റ് ചെയ്തു. അങ്ങനെ കണ്ണ് എന്ത് ചെയ്യുകയാണ്? വളരെയധികം സ്വളനായിട്ടിരിക്കുകയാണ്. മിസ്സസ് വർക്കർ പഠിച്ച പണി 18 നോക്കി, പക്ഷെ പറ്റുന്നില്ല. ബ്ലൈൻഡ്നെസ് ആവാൻ തുടങ്ങി കണ്ണിന്. ഗിഡിയൻ എന്ത് ചെയ്തു? കുഞ്ഞിന്റെ ഐസൈറ്റ് വീണ്ടെടുക്കാൻ വേണ്ടി അവൻ അറിയാവുന്ന നോളജ് വെച്ച് കുറേ ട്രഡീഷണൽ ഹെർബും മെഡിസിനും ഒക്കെ ചെയ്ത് ചവച്ചിട്ട് അതിനകത്തോട്ട് തുപ്പി, കുഞ്ഞിന്റെ കണ്ണിലോട്ട് തുപ്പി. റെമഡി എന്ത് ചെയ്തു? എഫക്റ്റീവായി. കുഞ്ഞിന് കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അങ്ങനെ പേരൻസിന്, ഫർക്കർ ഫാമിലിക്ക് ഈ ഗിഡിയന്റെ അടുത്ത് വീണ്ടും പഴയ പോലെ വളരെയധികം നന്ദിയൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, എല്ലാവരും അറിഞ്ഞു. കുറെ പേര് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. വൈറ്റ് പീപ്പിൾ പറഞ്ഞു ഇതൊക്കെ വെറുതെയാന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞ ഇത് ഉള്ളതാണ്. കാരണം എന്താ, ഇവർക്ക് ട്രഡീഷണൽ ആഫ്രിക്കൻ ഹെർബ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആഫ്രിക്കൻ മെഡിസിനകത്ത് കുറെ മിറക്കുലസ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അതിലൊരെണ്ണമാണ് നമ്മുടെ ചെടിയെ രക്ഷിച്ചത്. അങ്ങനെ ഇതൊരു ഡോക്ടർ, ടൗണിലൊരു ഡോക്ടറിന്റെ ചെവിയിലെത്തി. അയാൾ ആദ്യമേ ഇത് മോക്ക് ചെയ്തു, കളിയാക്കി. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? ഇയാൾക്കിത് നേരിട്ട് കാണണം എന്നായി. അങ്ങനെ ഈ ഡോക്ടറും കുറേ ആളുകളും കൂടി കുറേ എക്യുപ്മെന്റ്സ് ആയിട്ട് ലബോറട്ടറി വർക്കേഴ്സ് ഒക്കെ വന്നു. ടെസ്റ്റ് ട്യൂബും കെമിക്കൽസുമായിട്ട് ഫർക്കറിന്റെ വീട്ടിൽ വന്നു. ഈ ഫർക്കർ ഫാമിലി വളരെയധികം പ്ലീസ്ഡ് ആയി. കാരണം എന്താ, എല്ലാവരുടെയും അറ്റൻഷൻ ഇവർക്ക് കിട്ടിയെന്നും പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ ഒരു മിറക്കുലസ് ഡ്രഗ് അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവ് വേണം. കാരണം പാമ്പ് കടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. മെഡിക്കൽ സയൻസിന് അങ്ങനെ ഉയരാനും സാധിക്കും. സോ ഗിഡിയനെ കണ്ട് ഈ ഒരു മരുന്നിന്റെ കൂട്ടറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഗിഡിയൻ എന്ത് ചെയ്യും? വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവും. ഗിഡിയൻ പറയും അത് സീക്രറ്റീവ് ആയിട്ടുള്ളൊരു നോളജാണ്, ആഫ്രിക്കൻസ് ജനറേഷൻ ബൈ ജനറേഷൻ കൈമാറി വന്നൊരു കാര്യമാണ്, ആൻഡ് ഐ കനോട്ട് ജസ്റ്റ് റിവീൽ ദിസ് സീക്രട്ട് എന്ന് പറഞ്ഞു. ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ ആദ്യം പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗിഡിയൻ തന്നെ എന്ത് ചെയ്തു? അത് അവിടെ കാണും, അത് ഇവിടെ കാണുമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് തന്നെ വെയിലത്തിട്ട് നടത്തിക്കാൻ തുടങ്ങി. കുറേ പേർപ്പിൾ ഫ്ലവേഴ്സ് കാണിച്ചിട്ട് പറഞ്ഞ് ഇതാണ് ചെടിയെ ഹീൽ ചെയ്തത്. പക്ഷേ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും അല്ല. അങ്ങനെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുകയാണ്? അൺസക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫർക്കേഴ്സ് എന്ത് ചെയ്തു? സെർവൻസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. അവർക്ക് ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. അവരുടെ എല്ലാം ആഫ്രിക്കൻ സെർവൻസ് ആണല്ലോ, അവരാരും പക്ഷേ ഇതിന്റെ കൂട്ട് പറഞ്ഞു കൊടുത്തില്ല. അവർ പറഞ്ഞു മറന്നുപോയിന്നോ, പിന്നെ അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി. അപ്പൊ ഗിഡിയൻ എന്ന് പറയുന്ന, അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗിഡിയൻ എന്ന് പറയുന്ന ആരാണ്? ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ അവരുടെ ആഫ്രിക്കൻ ഒരു ഹീലറിന്റെ മകനാണ്. അപ്പൊ എന്ത് അസുഖം ക്യൂർ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഗിഡിയനുണ്ട്. സോ ഈ ഒരു, പക്ഷെ എന്താണ് ഇവിടെ കാണിക്കുന്നത്? ട്രഡീഷണൽ ആയിട്ടുള്ള ആഫ്രിക്കൻ മെഡിസിൻ ഇവർക്ക് ഒരിക്കലും, സീക്രട്ട് ആയിട്ടുള്ള കാര്യം ഇവർക്ക് ഒരിക്കലും വൈറ്റ് മാസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ട. കാരണം അവർക്കറിയാം ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. സോ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു അവരുടേത് മാത്രമായിട്ടുള്ള ഈ ഒരു ഐഡന്റിറ്റി അവർക്ക് അമേരിക്കൻസിന് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിളിന് റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ ഷോർട്ട് സ്റ്റോറി. ഓക്കെ, നമുക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിനകത്ത് മിസ് പറഞ്ഞു ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള പ്രശ്നമുണ്ട്, കോളനൈസറും തമ്മിലുള്ള പ്രശ്നമുണ്ട്, ട്രഡീഷണൽ മെഡിസിനും മോഡേൺ മെഡിസിനും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ മെഡിസിൻ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും നമ്മൾ ഡിസ്കവർ ചെയ്യാത്ത കുറേയധികം മിറക്കുലസ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ട്രഡീഷണൽ മെഡിസിനിൽ. അതും അറിയാവുന്ന കുറേ ആളുകളും ഉണ്ട്. അവരെല്ലാം പക്ഷേ ഇവരെന്ത് ചെയ്യുവാണ്? സ്ലേവ്സ് ആക്കി വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ ഈ ഫർക്കർ ഫാമിലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയർ ആയിട്ടുള്ള സ്നേഹമൊന്നുമില്ല. അല്ലെങ്കിൽ ഗിഡിയനെ അവർ എന്ത് ചെയ്യുക? മകൻ ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയപ്പോൾ ഗിഡിയനെ അവർ സപ്പോർട്ട് ചെയ്യണ്ടേ? അവർ പക്ഷേ സപ്പോർട്ട് ചെയ്തില്ല. ടെഡിയുടെ റേസിസം എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? അത് ജനറേഷൻ ബൈ ജനറേഷൻ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും എത്ര സ്നേഹം കാണിച്ചാലും. പിന്നെ ഓക്കെ, അപ്പം എന്താണ് ഇത് കാണിക്കുന്നത്? ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് റേസിസം, കൊളോണിയലിസം, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷന് എതിരെ വന്നൊരു സംഭവമാണ്. റെസിസ്റ്റൻസ് ആണ് ഇവരിവിടെ കാണിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു മരുന്നിന്റെ കൂട്ട് പറഞ്ഞു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം അവരുടെ ഈ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം പോലും വൈറ്റ് പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇവരെല്ലാവരും മിണ്ടാതിരുന്നത്. അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സെർവൻസ് എല്ലാവരും നിന്നത്. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റൻ ആൻസേഴ്സിലോട്ട് പോവാം. പേജ് നമ്പർ 153 പറയുന്നുണ്ട് ആരാണ് ഫർക്കർ പീപ്പിൾ. ഞാൻ പറഞ്ഞു സൗതേൺ റൊഡേഷ്യയിൽ താമസിക്കുന്ന വൈറ്റ് കപ്പിളാണ്.
അവർക്ക് ആഫ്രിക്കൻ സെർവൻസ് ഉണ്ട്. ആരാണ്? ഗിഡിയൻ. കുക്കാണ്, ലോയലാണ്. ഓക്കെ. ടെഡി ആരാണ്? ടെഡി എന്ന് പറഞ്ഞാൽ ഫർക്കർ ഫാമിലിയിലെ ഏക മകനാണ്. പിന്നെ ടെഡിയുടെ നിക്നെയിം എന്തായിരുന്നു? ന്യൂസ് പറഞ്ഞു, ലിറ്റിൽ യെല്ലോ ഹെഡ് എന്നാണ്. ബ്ലാക്ക് സെർവൻസ് വിളിച്ചിരുന്നത്, എസ്പെഷ്യലി ഗിഡിയൻ വിളിച്ചിരുന്നത് ലിറ്റിൽ യെല്ലോ ഹെഡ്, കാരണം അവന് ഗോൾഡൻ ഹെയർ ആയതുകൊണ്ട്. പിന്നെ 6 വയസ്സുള്ളപ്പോൾ ടെഡിക്ക് എന്ത് പറ്റി? ഒരു 6 വയസ്സുള്ളപ്പോഴാണ് ഇത് നടക്കുന്നത് കേട്ടോ. സ്കൂട്ടറിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്നേക്ക് വന്ന് ഇവന്റെ കണ്ണിൽ വെനം തുപ്പിയപ്പോൾ കണ്ണ് സ്വളനായി, പെയിൻഫുള്ളായി, ബ്ലൈൻഡായി മാറിക്കൊണ്ടിരുന്നു. പിന്നെ ടെഡിയുടെ ചേഞ്ചിനെ കുറിച്ച് ചോദിക്കാം. പേജ് നമ്പർ 155 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യം വളരെ സ്നേഹമായിരുന്നു, പിന്നീട് എന്തായി മാറി? ഒരു സെർവൻറ്റ് മാസ്റ്റർ റിലേഷൻഷിപ്പായിട്ട് മാറി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചോദിക്കാം, ഗിഡിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സോ അത് പേജ് നമ്പർ 155 സെക്കൻഡ് ക്വസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റിനെ കുറിച്ച് ചോദിക്കാം, റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കാം. അതെല്ലാം മിസ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓരോരുത്തർ ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. പിന്നെ സോഷ്യോ കൾച്ചറൽ സെറ്റിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് പേജ് നമ്പർ 157. അതെന്ന് പറയുന്നത് റൊഡേഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. വൈറ്റ് ഫാമിലിയും ബ്ലാക്ക് ഫാമിലിയും. പിന്നെന്താണ്? അവർ ഡിവോട്ട് ക്രിസ്ത്യൻസ് ആണ്. ഗിഡിയൻ എന്ന് പറയുന്ന ബ്ലാക്ക് കുക്കാണ്. അവനെ മിഷൻ ബോയ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ഫർക്കേഴ്സ് എന്ന് പറയുന്നത്, ഫർക്കേഴ്സ് പറയുന്നത് ഈ വൈറ്റ് ഫാമിലി പറയുന്നതെന്ന് വെച്ചാൽ അവർ ജനിച്ചത് തന്നെ ഈ ഒരു ബ്ലാക്ക് ഫാമിലി അല്ലെങ്കിൽ ബ്ലാക്ക് പീപ്പിളിനെ റൂൾ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന്. പിന്നെ ഈ ബ്ലാക്ക് പീപ്പിൾ ഫർക്കർ ഫാമിലിയുടെ ഫാമിൽ ജോലി ചെയ്തവരാണ്. അവർക്ക് എന്താണ്? ഇൻസെക്ട്സിന്റെയും സ്നേക്സിന്റെയും ഒക്കെ ബൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഗിഡിയനാണ് ഈ പുവർ ലേബറേഴ്സിനെയൊക്കെ ശുശ്രൂഷിച്ചിരുന്നത്. അപ്പോൾ അയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ മാൻ ആയിരുന്നു, ഒരു ഹീലർ ആയിരുന്നു ഗിഡിയന്റെ അച്ഛൻ. അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് അതിനൊക്കെ പറയാം. പിന്നെന്താണ്? ഗിഡിയൻ ഒരിക്കലും ഇവരുടെ സുപ്രീമസിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഒരു ലോയൽ ആയിട്ടൊരു സെർവന്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ ഗിഡിയന് മനസ്സിലായി അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ഒതന്റിക് മെഡിസിന്റെ ഡീറ്റെയിൽസ് ഗിഡിയൻ പറഞ്ഞു കൊടുത്തില്ല. എന്നുവെച്ചാൽ അവർക്കൊക്കെ മനസ്സിലായി ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണെന്ന്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ ഇൻസൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാടാ? കൊളോണിയലിസത്തിനെ കുറിച്ച് പറയണം. വൈറ്റ് ഫാമിലി, ബ്ലാക്ക് ഫാമിലി, ടെഡിയും ഗിഡിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മാറി എന്ന് പറയണം. ഗിഡിയന്റെ മകനെ ടെഡി വിളിച്ചത് ഒരു ബ്ലാക്ക് ബോയ് എന്നാണ്, അബ്യൂസ് ചെയ്ത് ഒരുപാട്, അത് പറയണം. പിന്നെ ഈ മെഡിസിന്റെ കാര്യം പറയണം. ഗിഡിയൻ എന്ന് പറയുന്നത് വളരെ ലോയലായിട്ട് നിന്ന മനുഷ്യനാണ്. അയാളാണ് അവസാനം മറ്റവനെ കണ്ണ് ശരിയാക്കി കൊടുക്കുന്നത്. അപ്പം അതെല്ലാം പറയുക. ഈ വൈറ്റ് ഫാമിലി എന്ന് പറയുന്നത് വളരെയധികം മണി മൈൻഡഡ് ആണ്, റേസിസ്റ്റ് ആണ്. പിന്നെന്താ പറഞ്ഞത്? ഗിഡിയൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു മനുഷ്യനും കൂടിയാണ്, കൈൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ പറയുക. പിന്നെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സോ ഇതെന്ന് പറയുന്നത് കമ്പാഷൻ, ലോയൽറ്റി ആൻഡ് ജെന്യൂൻ അഫെക്ഷൻ ഫ്രം എ സെർവൻറ്റ്. ഇതാണ് തീം എന്ന് പറയുന്നത്. ഇതും പറയാം. പിന്നെ ഇതെന്താണ്? നോ വിച്ച് ക്രാഫ്റ്റ് ഫോർ സെയിൽ എന്ന് വെച്ചാൽ എന്താണ്? ഇവരുടെ ഈ ഒരു മെഡിസിൻ ഉണ്ടല്ലോ, അത് ഇവർക്ക്, അതായത് ഇവരുടെ മെഡിസിൻ അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് ആഫ്രിക്കൻസിന് വിലപ്പെട്ടതാണ്. അവരൊരിക്കലും അതിനെ വിൽക്കാൻ സമ്മതിക്കില്ല. ഇത് മോഡേൺ സയൻസിന് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെഡിസിൻസിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യും? നല്ല പൈസയ്ക്ക് ഇത് കൊണ്ടുപോയി വിൽക്കും. സോ ആ ഒരു വിൽക്കലിന് ആർക്ക് തയ്യാറല്ല? ഈ ആഫ്രിക്കൻസ് തയ്യാറല്ല. അവരുടെ ട്രഡീഷൻ വിറ്റിട്ട് അവർക്കൊന്നും നേടാനില്ല. സോ ദിസ് ഇസ് നോട്ട് ഫോർ സെയിൽ. അതായത് ഇവരുടെ ഒരു ആഫ്രിക്കൻ ട്രഡീഷൻ, ആഫ്രിക്കൻ കൾച്ചർ, ആഫ്രിക്കൻ ട്രഡീഷണൽ മെഡിസിൻ എന്ന് പറയുന്നത് അവർ സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതല്ല. അതവർ ജനറേഷൻ ബൈ ജനറേഷൻ പാസ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഇതാണ് ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ.